Okay. കേരളത്തിന്റെ ഭാവി തലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദാറുൽ ഉലൂം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ജനാബ് എച്ച്. മുഹമ്മദ് ബാബുസേഠ്, മാനേജർ, അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്രീ രമേശ് ചെന്നിത്തല, ബഹുമാനപ്പെട്ട ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി, ഉദ്ഘാടനം ചെയ്തു. നമ്മളൊരു കുട്ടിയെ കണ്ടാൽ അറിയാം കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്, എന്തോ ടെൻഷനുണ്ട്. ആ കുട്ടിയുടെ ബിഹേവിയർ അത് മനസ്സിലാക്കി ആ കുട്ടിക്ക് വേണ്ട ഉപദേശം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വീടുകളിൽ മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുട്ടികൾ വഴിതെറ്റിക്കും. ഞാൻ ഈ ഓപ്പറേഷൻ തുഫാൻ ആരംഭിച്ചത് ധാരാളം അമ്മമാരുടെ കണ്ണുനീര് കണ്ടാൽ. നമ്മുടെ യുവത്വം ഇങ്ങനെ നശിക്കേണ്ടതാണോ? നമ്മൾ ആലോചിക്കണം. നമ്മൾ പിടിക്കുന്ന ആളുകളെ നമ്മൾ ജയിലടക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മൾ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അതാണ് തുഫാൻ കെയർ. നമുക്കറിയാം, എല്ലാവരും വെറുക്കുന്ന ഒരു സാധനമാണ് ലഹരി. ഒരു കുടുംബത്തിൽ ലഹരിയുള്ള ഒരു കുട്ടി വളർന്നാൽ, ആ കുട്ടി ആ വഴിയിലേക്ക് തിരിഞ്ഞു പോയാൽ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ലഹരി എന്ന ഒരു ഏറ്റവും മോശമായ ആ ഒരു കാര്യം നമ്മുടെ ഏതെങ്കിലും ഒരു കുട്ടിയിലേക്ക് വന്നാൽ സമൂഹം അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. സംസ്ഥാനത്ത് ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്ന സാഹചര്യത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ കുടുംബാംഗങ്ങൾ തയ്യാറാക്കിയ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ചടങ്ങിൽ കൈമാറി. ചടങ്ങിൽ കൊച്ചി മേയർ വി.കെ. മിനിമോൾ മുഖ്യപ്രഭാഷണം നടത്തി. അതിഥിയായി രാജീവ് മേനോൻ, ചെയർമാൻ ഗ്ലോബ് ഓൺ ടെലിവിഷൻ. നമ്മുടെ സംസ്ഥാനം ഇന്ന് വലിയൊരു കൊടുങ്കാറ്റിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു പ്രകൃതി ദുരന്തമല്ല, മറിച്ച് ലഹരിക്കെതിരെ കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പും കേരള പോലീസും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹായജ്ഞത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻ മേയർ സൗമിനി ജെയിൻ എന്നിവർ പങ്കെടുത്തു. നാസർ ലത്തീഫ്, മാനേജിംഗ് ട്രസ്റ്റി ആൻഡ് സിനി ആർട്ടിസ്റ്റ്, ആശംസകൾ അറിയിച്ചു. അബാദ് ഗ്രൂപ്പ് ചെയർമാനും സ്കൂൾ മാനേജ്മെന്റ് അംഗവുമായ റിയാസ് അഹമ്മദ് സേട്ടിനെ ചടങ്ങിൽ ആദരിച്ചു. ദാറുൽ ഉലൂം മാനേജർ എച്ച്. മുഹമ്മദ് ബാബുസേട്ട്, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ എസ്. ലാജിത്ത്, ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് സാജിദ ബി.വി. എൽ.എം., പി.ടി.എ പ്രസിഡന്റ് നിഷാഫ് മുഹമ്മദ്, വി.എച്ച്.എസ്.സി പ്രിൻസിപ്പൽ ആൽഫിൻ പോൾ, ജനറൽ കൺവീനർ ടി.യു. സാദത്ത് എന്നിവർ പരിപാടിയിൽ ആശംസകൾ അറിയിച്ചു. ലഹരിക്കെതിരായ പോരാട്ടം സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ലെന്നും വിദ്യാലയങ്ങളും കുടുംബങ്ങളും സമൂഹവും കൈകോർക്കുമ്പോഴാണ് അതിന് കൂടുതൽ ശക്തിയേകാനാകുകയെന്ന സന്ദേശമാണ് പരിപാടിയിലൂടെ ഉയർന്നത്. ന്യൂസ് ഡെസ്ക്, ഗ്ലോബ് ഓൺ ടെലിവിഷൻ.